misazkitchen-ലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മാങ്ങ ഇട്ട് വെച്ച ചാള മുളക് കറിയാണ്. ഈ കറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഉള്ളിയോ സവാളയോ ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. കടുക് ഉലുവയൊന്നും പൊട്ടിക്കുന്നില്ല. നമ്മൾ മാങ്ങയ്ക്ക് പകരം കൊടമ്പുളി ഇട്ടിട്ടും ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് കറി വയ്ക്കാം. ഈ കറിയുടെ കൂട്ട് റെഡിയാക്കാൻ നമുക്ക് 1 മിനിറ്റ് പോലും ആവശ്യമില്ല. ചാള വേകുന്ന സമയം മാത്രം മതി കറി റെഡിയാക്കാൻ. അപ്പോൾ ഇത് നല്ല അടിപൊളി രുചിയാണ്. മുളക് കറി ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ ഒന്ന് കറി വെച്ച് നോക്കണേ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതാ മുളക് കറി വെക്കാനായിട്ട് ഞാനിവിടെ 1/2 കിലോ ചാള എടുത്തിട്ടുണ്ട്. ഇത് വൃത്തിയാക്കുന്നതിന് മുമ്പ് നമുക്ക് മാങ്ങയൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ മാങ്ങ കറിയിലിട്ടാൽ കലങ്ങിപ്പോകുന്ന മാങ്ങയാണ്. അപ്പോൾ അത് കലങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി നമ്മളൊരു സൂത്രപ്പണി ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മുമ്പ് ചെയ്തതാണ്. അപ്പോൾ മാങ്ങയുടെ തോലെല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കറി വയ്ക്കാൻ പോകുന്ന ചട്ടിയിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. നല്ല പുളിയുള്ള മാങ്ങയായതുകൊണ്ട് ഒരു മാങ്ങ മാത്രമേ ഞാൻ ഈ കറി വയ്ക്കാൻ എടുക്കുന്നുള്ളൂ. അപ്പം മാങ്ങ കംപ്ലീറ്റ് കട്ട് ചെയ്ത് നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ലൈക്ക് കൊടുത്തേക്കണേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ടും കൂടി ചെയ്തേക്കണം. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായ ഉപ്പ് ഈ മാങ്ങയിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഉപ്പൊട്ടും കൂടി പോരുതേ. കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കറി വയ്ക്കാൻ നേരത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഉപ്പെല്ലാം തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ചാള നന്നാക്കുന്ന സമയത്ത് ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇതാ ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ചാളയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കണേണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കണേണ്. അത്യാവശ്യം നല്ല എരിവ് ഈ കറിക്ക് ഉണ്ട് കേട്ടോ. എരിവ് ഇത്ര ഇഷ്ടമില്ലാത്തവർക്ക് എരിവുള്ള മുളക് പൊടിയുടെ അളവ് കുറക്കാവുന്നതാണ്. 1 ടീസ്പൂൺ മാത്രം ഇട്ട് കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 2.25 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ ഞാൻ ഈ കറി എടുക്കുന്നത്. നമ്മൾ സവാളയും തക്കാളിയൊന്നും ചേർക്കാത്തതുകൊണ്ട് കുറച്ച് ലൂസായിട്ടായിരിക്കും കേട്ടോ കറി ഉണ്ടാവുക. ഇനി കറിക്ക് അല്പം കട്ടി വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് അതനുസരിച്ച് കുറച്ചാൽ മതിയേ. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കറി നന്നായി ഹൈ ഫ്ലെയിമിൽ തിളക്കുമ്പം വൃത്തിയാക്കി വെച്ച ചാള ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഈ കറി തിളക്കുമ്പോൾ ഉള്ളൊരു സ്മെല്ല് മുളക് കറി ഇഷ്ടമുള്ളവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സ്മെല്ലാണിത്. അപ്പോൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ പല കറികളും നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് വെക്കാം. അപ്പോൾ അതാ വൃത്തിയാക്കി വെച്ച ചാള മൊത്തം ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഹൈ ഫ്ലെയിമിൽ ഇതൊന്ന് തിളയ്ക്കട്ടെ. തിളച്ചതിന് ശേഷം നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് വയ്ക്കാം. എന്നിട്ട് ഒരു 8-10 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ മീനൊക്കെ വെന്ത് കറിയൊക്കെ അല്പം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ മാങ്ങ ഇട്ട് വെച്ച ഒരു പ്രത്യേക ടേസ്റ്റുള്ള ചാള മുളക് കറി റെഡി ആയിട്ടുണ്ട്. മാങ്ങ അതുപോലെ ചെയ്തത് കൊണ്ട് ഒട്ടും തന്നെ അലിഞ്ഞും പോയില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊന്ന് ഷെയറും കൂടി ചെയ്തേക്കണേ. താങ്ക് യു.